ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അപ്പോൾ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറൊന്നുമല്ല, ഇതുപോലെ കുറേ ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു 1 വീക്കിൽ നമുക്ക് വന്ന കുറച്ച് ഓർഡേഴ്സൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. എല്ലാം മെഷർമെൻറ്റ്സ് ഒക്കെ അനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു 3-4 പീസ് ഉണ്ടായിരുന്നു, ബോട്ടവും ടോപ്പും നമ്മൾക്ക് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഒന്നിച്ച് ഞാൻ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ടോപ്പ് മെറ്റീരിയലാണേ. അപ്പോൾ അതാ ഞാനിത് അളവനുസരിച്ചൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ലായിരുന്നേ. അപ്പോൾ അതാ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എളുപ്പം കാണിച്ചു പോവാണ് നമ്മൾ ഓരോ മെറ്റീരിയൽ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഇത് അതിൻ്റെ തന്നെ ആ ഒരു ബോട്ടം മെറ്റീരിയലാണ് ഈ വരുന്നത്. ഇതൊക്കെ ഒരു സ്ട്രെയിറ്റ് പലാസോ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇതൊക്കെ ആംഗിൾ ലെങ്ത് ആ ഒരു മോഡലിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ച് ലൂസ് ഫിറ്റ് ആയിരിക്കുമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെയൊക്കെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല പിടിപ്പത് പണിയായിരുന്നു നമുക്ക്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് സമയം കിട്ടുന്നത് പോലെ നമുക്ക് കുറേശ്ശെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നിച്ചങ്ങ് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്കൊരു നൈറ്റിയാണ് കട്ട് ചെയ്യാനുള്ളത്. ഇതൊരു നൈറ്റിയുടെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊരു അജിറക്ക് മോഡലിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ സ്റ്റാൻഡൊന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റിൻ്റെ ഇതൊക്കെയുണ്ട്. ഒരു പാച്ച് വർക്ക് വരുന്ന ഡിസൈൻ പോലത്തെ ഡിസൈനായിരുന്നു ഇത്. അജിറക്ക് ഇക്കത്ത് ഡിസൈനും എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ട് വരുന്നൊരു ഡിസൈനാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ തന്നെ സ്ലീവൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇതൊരു ഹാഫ് സ്ലീവാണ് കട്ട് ചെയ്തത്. അത് ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളിതുപോലെ കെട്ടി വയ്ക്കുവേ. അതിൻ്റെ പീസുകളൊന്നും കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടി വയ്ക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഈ ഒരു മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യേണ്ടത്. ഇതൊരു ചുരിദാറിൻ്റെ ടോപ്പ് മെറ്റീരിയലാണ്. ഇതെല്ലാം സ്ലിറ്റഡ് മോഡലിൽ വരുന്ന ഓരോ മെറ്റീരിയൽസാണ്. സോറി, സ്ലിറ്റഡ് അല്ല, ഇത് നമ്മുടെ മെറ്റീരിയൽസ് അല്ല, സ്ലിറ്റഡ് മെറ്റീരിയൽസ് അല്ല. ആ ഒരു പാറ്റേണിൽ വരുന്ന ഇതിലാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നത്, നോർമൽ സൽവാറിൻ്റെ കൂട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിസൈനെല്ലാം നേരെയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കുറേ പണിപ്പെട്ടിട്ടാണ് ഇതൊക്കെ നേരെ നല്ല നിവർത്തിയിടുന്നത്. പിന്നെ ഇത് ഞാൻ കിച്ചൻ്റെ ആ ഒരു സ്ലാബിൻ്റെ പുറത്തിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ താഴെയൊക്കെ വീഴുന്നോ അല്ലെങ്കിൽ ടേബിളിൻ്റെ പുറത്തൊക്കെ ആകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഇവിടെ നല്ല ക്ലീൻ ആക്കി ഇട്ടിരുന്നാൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉപയോഗിക്കാത്ത സ്ലാബിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ ഇട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി അടുത്ത ഇതിൻ്റെ ആ ഒരു ബോട്ടമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കണക്കുകളെല്ലാം ശരിയാണോ എന്ന് ഒരുപാട് നേരം നോക്കിയിട്ടാണ് ഞാനിതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1 മന്തൊക്കെ ആവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ നമുക്കിവിടെ കുറച്ച് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സൊക്കെ തന്നെ നമുക്ക് കുറേ ഓർഡേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ.
എല്ലാ പീസുകളും ഇതുപോലെ തന്നെ ഞാൻ ഒന്നും കളയത്തില്ല. ലാസ്റ്റ് നമ്മൾ തയ്ച്ചെല്ലാം തീർന്നിട്ട് മാത്രമേ ആ ഒരു മെറ്റീരിയലിൻ്റെ എല്ലാ പീസുകളൊക്കെ നമ്മൾ കളയത്തുള്ളൂ. അല്ല ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ആ ഓരോന്നിൻ്റെ കൂടെയും കെട്ടി കെട്ടി ഇങ്ങനെ വെച്ചിരിക്കും. അതിൻ്റെ സ്റ്റിച്ചിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് കളയത്തുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കളഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എവിടെയെങ്കിലും ഒന്ന് ചേർക്കാൻ വേണ്ടി വന്നാൽ പിന്നെ നമ്മളിത് തീയിട്ട് വല്ലതും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്താണ്ട് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. അതും ഇതുപോലെ തന്നെ ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു അക്കോബ മെറ്റീരിയലായിരുന്നേ. ഇതും ആ ഒരു കസ്റ്റമറിന് വേണ്ടി തന്നെ ഉള്ളതായിരുന്നു. അക്കോബ മെറ്റീരിയലിൽ അതും ഒരു സൽവാർ സെറ്റായിരുന്നേ. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു സൽവാറിൻ്റെ ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അതും നമ്മൾ അതുപോലെ തന്നെ സ്ലീവൊക്കെ വേണ്ട ഞാനിതുപോലെ എല്ലാം മാർക്കൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതും പീസുകളൊന്നും കളയാതെ തന്നെ എല്ലാം കൂടി ഒന്നിച്ചൊന്ന് ടൈ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പാൻറ്റ് കൂടി ഉണ്ടായിരുന്നു, അതും ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പക്ഷെ അതിവിടെ ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന എല്ലാ പീസുകളും ഞാനിപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവേ. ഇതിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു നൈറ്റി ആയിരുന്നേ. അപ്പോൾ ഇത് അടുത്ത ദിവസം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. താങ്ക് യു.